മരീചിക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വച്ചിരുന്നത് ശനിദോഷങ്ങളെക്കുറിച്ചായിരുന്നു, ശനിദോഷ നിവാരണത്തെക്കുറിച്ചായിരുന്നു. എങ്കിൽ അതിൽ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്, വടമാല ആഞ്ജനേയന്. വടമാല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വട കൊണ്ടുള്ള മാല അല്ല എന്ന് പണ്ഡിതന്മാർ ഇപ്പോൾ തന്നെ പല വീഡിയോകളിലും പല സംഗതികളിലും പറഞ്ഞിട്ടുണ്ട്. വട എന്ന് പറഞ്ഞാൽ വടവൃക്ഷമാണ്, പേരാൽ വൃക്ഷമാണ് ശരിക്കും വടവൃക്ഷം. അരയാലെന്നൊക്കെ ചിലർ പറയാറുണ്ട്, എങ്കിലും പേരാലാണ്. അതിൻ്റെ ഇലകൾ കൊണ്ട്, തളിരി ഇലകൾ കൊണ്ട് മാല കെട്ടിയിടുന്നതിനാണ് വടം മാല എന്ന് പറയുന്നത്. അത് വന്ന് കേരളത്തിൽ വന്നപ്പോഴത്തേക്കിനും അത് സാധാ വടയായി പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, ഗൃഹത്തിൽ എള്ളുതിരി, നീലാഞ്ജനം മുതലായവ കത്തിച്ചാൽ ദോഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഗൃഹത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? കാരണം സ്ത്രീകൾ വീട്ടിലുണ്ട്, അവർക്ക് മെൻസസ് പീരീഡ് ആവും. ആ സമയം ഗൃഹം അശുദ്ധമല്ലേ? അശുദ്ധി എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വിശ്രമിക്കുവാൻ കൊടുത്ത ഒരു സംവിധാനമാണത്. കാരണം സ്ത്രീകൾക്ക് ആ സമയത്ത് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതികഠിനമായ വയറുവേദനയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടേറെ അനുഭവിക്കുന്ന ഒരു സംഭവമാണ് മെൻസസ് പീരീഡ് ഏരിയ സമയമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ മാറ്റി താമസിപ്പിക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് മുതൽക്കേ ഉണ്ട്. അത് ഒരു ഭയങ്കരമായ അശുദ്ധി അല്ല. ആ ഒരു പ്രക്രിയ അവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ വംശപരമ്പരയെ നിലനിർത്താൻ സാധിക്കുമായിരുന്നു ജീവജാലങ്ങൾക്ക്? ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആ സംവിധാനത്തിലൂടെയാണ് നാം ഓരോരുത്തരും ജനിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ അത് നികൃഷ്ടമായിട്ട് കാണേണ്ട കാര്യമില്ല. ആചാരത്തിൻ്റെ ഭാഗമായി അവർ മാറിയിരുന്നു കൊള്ളട്ടെ, ബഹുമാനത്തിൻ്റെ ഭാഗമായി ഒരാൾ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റു കൊള്ളട്ടെ എന്ന് പറയുന്ന പോലെ, അല്ല തലയിലെ കെട്ടൊന്ന് അഴിച്ചു വെച്ചു കൊള്ളട്ടെ, അവരുടെ ഗൃഹത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ആ ചെരുപ്പ് ഒന്ന് ഊരിയിട്ട് കൊള്ളട്ടെ, അതൊക്കെ ബഹുമാനത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അത് നമ്മുടെ നാട്ടുനടപ്പനുസരിച്ചുള്ള ഒരാചാരമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇതും ഒരാചാരം മാത്രമാണ്. കാരണം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ ഈ ശ്രീരാമചന്ദ്രൻ കുട്ടിയായിരുന്നല്ലോ, ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മെൻസസ് പീരീഡും ഒക്കെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെ പാല് കൊടുക്കും? ശ്രീകൃഷ്ണൻ്റെ അമ്മയ്ക്കും ഇല്ലായിരുന്നു. ശ്രീകൃഷ്ണൻ മനുഷ്യനായിരുന്നു, ഒപ്പം ദൈവമായിരുന്നു. ഒപ്പം ശ്രീരാമനും മനുഷ്യനായിരുന്നു, ഒപ്പം ദൈവമായിരുന്നു, അല്ലേ? അയ്യപ്പനും ഒരു സ്ത്രീയാണ് വളർത്തിയത്, മണികണ്ഠനെ, അല്ലേ? അപ്പം അതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും വലുത് മനഃശുദ്ധിയാണ്. കാരണം നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ ഈ കൈകൾ കൊണ്ടാണ് നമ്മുടെ മകളെ കെട്ടിപ്പിടിക്കുന്നത്. ആ ഒരു സുഖമായിരുന്നില്ല നമ്മുടെ ഭാര്യയെ കെട്ടിപ്പിടിച്ചപ്പോഴുണ്ടായത്. ആ ഒരു സുഖമായിരുന്നില്ല നമ്മുടെ അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോഴുണ്ടായത്. കൈ അത് തന്നെയായിരുന്നു. മറ്റൊരു വിധത്തിലുള്ള ഒരു സുഖത്തെയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. ഇനി അതൊന്നുമല്ല, നമ്മുടെ കാമുകിയെ നമ്മൾ കെട്ടിപ്പിടിച്ചപ്പോൾ നമുക്ക് അതിഭയങ്കരമായ പ്രത്യേകതരമായ, ഇതുവരെ ആസ്വദിക്കാൻ പറ്റാത്ത വളരെ വളരെ പ്രത്യേകമായ ഒരു സുഖം നമുക്ക് ലഭിച്ചു, അല്ലേ? ആ സുഖം ഈ കൈ കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ കയ്യിലെ തൊലിയൊന്നും നമ്മൾ മാറിയിട്ടിട്ടില്ല. തൊലി ഓരോ സ്പർശനത്തിന് വേണ്ടിയും വേറെ വേറെ തൊലിയൊന്നും മാറിയിടാതെ ഈ കൈ കൊണ്ട് തന്നെയാണ് തൊട്ടത്, അല്ലേ? ഈ വ്യത്യസ്തമായ സുഖങ്ങൾ എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ മനസ്സിൽ നിന്നാണ് വന്നത്, അല്ലേ?
അയ്യോ അതങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തതല്ലോ ഞാൻ എന്ന സങ്കല്പം അവിടെ വന്നതാണ്. ഇത് ഇന്നതാണല്ലോ എന്നുള്ള സങ്കല്പം. അതായത് ചീഞ്ഞ് കിടക്കുന്ന, നമുക്ക് കണ്ടാൽ അറയ്ക്കപ്പെടുന്ന ഒരു സാധനത്തെ നമ്മൾ കൈയിട്ടേ അപ്പം നമുക്ക് എന്ന് നമുക്ക് തോന്നും അല്ലേ. അപ്പം നമ്മുടെ മനസ്സാണ് ഇതിനെല്ലാം പ്രധാനം. മനസ്സാണ് ഈ സുഖത്തെ ഉണ്ടാക്കുന്നതും ദുഃഖത്തെ ഉണ്ടാക്കുന്നതും ഈ വക കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റി ഉണ്ടാക്കുന്നത്. അപ്പം മനസ്സ് ശുദ്ധമാക്കിയെടുത്താൽ എന്നാ ചെയ്യും? ഇതെല്ലാം ഒന്നായിട്ട് തന്നെ തോന്നുകയും ചെയ്യും. അപ്പോൾ ശുദ്ധികളിൽ ഏറ്റവും വലിയ ശുദ്ധി മനഃശുദ്ധിക്കാണ്. അതങ്ങനെ പെട്ടെന്നൊന്നും നേടാൻ പറ്റുന്നതല്ല, ദുർലഭമായ കാര്യമാണ്. എന്നാൽ വ്രതങ്ങളിൽ ഏറ്റവും വലിയ വ്രതമോ, ഏറ്റവും പാടുള്ളതും ആ വ്രതം തന്നെയാണ്. ഏതാണ് ആ വ്രതം? അതാണ് ബ്രഹ്മചര്യ വ്രതം. ഏറ്റവും പാടുള്ളതും ഏറ്റവും വലുതുമായ വ്രതങ്ങളിൽ ഒന്നാണ് ബ്രഹ്മചര്യ വ്രതം. അപ്പോൾ നമുക്കവിടെ ശുദ്ധിയുടെ കാര്യത്തിലാണ് വന്നത്. അപ്പം നമ്മൾ ആ ഗൃഹത്തിൽ അവരവിടെ വസിക്കുന്നതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ ആ വിളക്കിരിക്കുന്ന ഭാഗത്ത് മാത്രം ഇച്ചിരി തീർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം തെളിച്ച് അവിടെ അങ്ങ് സങ്കല്പിച്ചാൽ മതി. നമ്മുടെ സങ്കല്പമാണല്ലോ. അവിടെ പ്രാർത്ഥിക്കുക. ഇപ്പം ഒരാൾ റോഡിൽ പോകുന്നു, അല്ലെങ്കിൽ മത്സ്യമാംസങ്ങൾ ഉണ്ടാക്കുന്ന അതിൻ്റെ മണം ക്ഷേത്രങ്ങൾക്കുള്ളിലേക്ക് വരാറില്ലേ? കാക്ക മത്സ്യങ്ങൾ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ താഴികക്കുടത്തിൽ വെച്ച് കൊത്തി തിന്നാറില്ലേ? അതൊന്നും അശുദ്ധിയായിട്ട്, അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് ഭക്ഷിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടായതാണ്. ചെണ്ടയുടെ പുറത്ത് തൊലി വലിച്ചു കെട്ടി ഭഗവാന്റെ കൃതിയിൽ കെട്ടാം, നടയിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഭയങ്കര ദോഷമാണെന്ന് പറഞ്ഞതുപോലെയാണ്. മനസ്സിൻ്റെ സങ്കല്പത്തിനാണ് അവിടെ പ്രാധാന്യം. നമ്മളതുപോലെ തന്നെ പട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയും നമ്മൾ അത്രമാത്രം സങ്കല്പിച്ചാൽ മതി. മുകളിൽ കുളിക്കുന്നത് അശുദ്ധിയായ സ്ത്രീകൾ, ആ നദിയുടെ താഴെ കുളിക്കുന്നത് മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്ന സ്വാമിമാർ. അവരുടെ മൂക്കിൽ നിന്ന് വരുന്ന ശ്വാസം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കും. അപ്പോൾ അശുദ്ധിയില്ലേ? അപ്പോൾ ശുദ്ധി എവിടെയാണ് വരേണ്ടത്? നമ്മുടെ സങ്കല്പത്തിനാണ് ശുദ്ധി വരേണ്ടത്. അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ തന്നെയാണ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ആ ഗൃഹത്തിലെ വിളക്ക് വെച്ച് അവിടെ എളുതിരി കത്തിക്കുന്നതുകൊണ്ട് യാതൊരു ശങ്കയുടെയും ആവശ്യമില്ല. ഇവരെയെല്ലാം സ്ത്രീകൾ പരിചരിച്ചതിന് ശേഷം വിദ്യയും സിദ്ധിയും എല്ലാം കൈവന്നിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും. അതുകൊണ്ട് ഗൃഹത്തിലെ വിളക്കിനെ മാത്രം സങ്കല്പിക്കുക, പ്രദേശത്തെ മാത്രം സങ്കല്പിക്കുക, മറ്റൊന്നിനും സങ്കല്പിക്കേണ്ടതില്ല. ശനി ദോഷമകലുന്നതിനും ഒക്കെ നമ്മുടെ ഗൃഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് യാതൊരു ദോഷവുമില്ല. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ചിന്തിച്ച്, നിങ്ങൾ തന്നെ ആലോചിച്ച്, നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ അതിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടതാണ്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടെത്താം. ഈ വക കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. അതിനാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.